ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം എന്ന് പറയുന്നത് വലയിട്ട് മീൻപിടുത്തമാണ്. അപ്പോൾ അതാ ഇവിടെ ഈ ആറ്റിലാണ്, ഈ വലിയ ആറ്റിലാണ് ഇന്നത്തെ മീൻപിടുത്തം. അപ്പോൾ ഇന്നൊരു വലിയ വേട്ടയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ആറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2-3 പേര് കരയിലിരിപ്പാണ്. ബാക്കിയുള്ളവർ വെള്ളത്തിറങ്ങി അവിടെ ആയിട്ട് വല ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് വലയിടുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു വല എടുത്തിട്ട് വരുന്നുണ്ട്. അതിൽ മീനെന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഉണ്ടെന്ന് തോന്നുന്നു. മീനുണ്ട്, നമുക്ക് കാണാം. അതിൽ 2 മീനുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയാണ്. എല്ലാം വലിയ കണ്ണി വലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സൈസ് മീനേ വീഴുള്ളൂ. അപ്പോൾ ഇതാണ് ആ മീൻ. കണ്ടില്ലേ, നല്ല സൈസുള്ള മീനാണ്. ഒരു വലയിൽ 2 മീനേ ഉള്ളൂ. രണ്ടും നല്ല സൈസുണ്ട്. അപ്പോൾ രണ്ടും തന്നെ ഇത് വലിയ സൈസ് മീൻ തന്നെയാണ്. ബാക്കി വലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് 1-2 വല ഇട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മളിനിപ്പോൾ അതും കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ 2-3 സെഷൻ ഇടുന്നതുകൊണ്ട് വലയിടക്കവും എടുക്കവും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കരയിലാണ്. ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടില്ല വെള്ളത്തിൽ. അത് കണ്ടില്ലേ, നല്ല പിടയ്ക്കണ മീനാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റം മീനാണിത്. ഇത് വളർത്തുമീനിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ശരിക്കും മീനുള്ള സ്ഥലമാണ്. എന്തായാലും ഇന്നത്തെ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വല ഇട്ടിട്ടുണ്ട്, ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ബാച്ചായിട്ടാണ് ഇടുന്നത്. കണ്ടില്ലേ, ഒരു സൈഡിൽ നിന്ന് വലയിട്ട് തീർന്ന് അത് വരെയാണ്. അപ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് 2 പേര് ആ സൈഡിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ 2 സൈഡായിട്ടാണ് വല ഇടുന്നത്. മൊത്തം 3 വലയാണ്. ഒന്ന് സെൻറ്ററിൽ, 2 2 സൈഡിൽ, അങ്ങനെ 3 വല കിട്ടും. വലിയ ആറാണ്. അപ്പം 2-3 വല കിട്ടിയാലേ മീൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 3 പേരാണ് ഇറങ്ങിയിടുന്നത് വല. അപ്പോൾ ഒരു സൈഡ് തീരാറായി വലയിട്ട്. ഇവിടെ അങ്ങറ്റം എത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോയിരിക്കുമ്പോൾ നല്ലൊരു രസമാണ്, നല്ല കാറ്റും. അപ്പോൾ വലയിട്ട് തീർന്ന് ഒരു സൈഡിൽ നിന്ന് മീനിനെ ഇളക്കുകയാണ്, ഓട്ടിക്കുകയാണ്. ഒരു വല എടുത്തുകൊണ്ട് വരികയാണ്. നേരത്തെ ഇട്ടതിലുള്ള ഒരു വലയാണ്. അപ്പോൾ അതിൽ മീനുണ്ടോ എന്ന് നോക്കാം. മീനുണ്ട്. 2 മീൻ കിടപ്പുണ്ട്. 3 മീനുണ്ട് അതിൽ. അപ്പോൾ നേരത്തേക്കാളും വലിയ സൈസ് മീനാണ്. 2 ഒരേ സൈസ് ഉണ്ട്. ഇത് ഇത്തിരി കൂടെ സൈസ് ഉണ്ടെന്ന്. ഒന്ന് ആ സൈസും. മൊത്തം 3 മീനുണ്ട് ഇതിൽ. അപ്പോൾ ഇനി അത് വലയിൽ നിന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അടുത്ത് 1-2 വല ഇട്ടിട്ടുണ്ട്, അതടുത്ത് എടുക്കാനുമുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ തന്നെ നമുക്കൊരു 6 മീൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം 2 കിട്ടി. ഇതിൽ 3 അല്ല 4 മീനുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 6 മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. കണ്ടില്ലേ, ഇത് നല്ല സൈസ് മീനാണ്. നേരത്തെ കിട്ടിയേക്കാളും വലിയ സൈസാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു നഷ്ടവുമില്ല. മീൻ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും വെള്ളത്തിൽ നമ്മൾ വല ഇട്ടിട്ടുണ്ട്, അതെടുക്കാനുമുണ്ട്. ഒരു 3 വല കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഇനി എടുത്ത് നോക്കണം. എന്നിട്ട് ഇന്നത്തെ മീൻപിടുത്തം നിർത്തും. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കുറച്ച് കുരുങ്ങിയത്, നല്ല രീതിയിൽ കുരുങ്ങിയിട്ടുണ്ട്. അതാണ് കുറച്ച് പാട്. കേടുപാട് വരാതെയാണ് നീ പതുക്കെ എടുക്കുന്നത്. അയ്യോ പൂ പോലെ. അപ്പോൾ അതിനെ എടുത്തിട്ടുണ്ട്, അത് എടുത്ത് തീർന്നു. അപ്പോൾ സൈസ് മീനാണ്.
അപ്പോൾ മൊത്തം കണ്ടില്ലേ, നമുക്ക് ഈ 6 മീനുമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 വല, ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട 3 വലയിൽ കിട്ടിയതാണ് ഈ 6 മീൻ. ഇനി ഒരു 3 വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടതാണ് ആ 3 വല. അപ്പോൾ അതിനി എടുത്ത് നോക്കണം. അപ്പോൾ അതെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മീൻ എന്തായാലും കിട്ടും, നല്ല മീനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അവസാനത്തെ 2 വലയുണ്ട്, അതെടുക്കുകയാണ്, അതെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്കൊരു വമ്പൻ കോള് തന്നെ അടിച്ചിട്ടുണ്ട് ഇന്ന്. വമ്പൻ കോളെന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ കോള് തന്നെയാണ്. ഒരു വല നിറച്ച് മീനാണ്, എല്ലാം വലിയ മീൻ. ഈ ഇടകാലങ്ങളിലൊന്നും നമുക്കിതുപോലെ മീൻ കിട്ടിയിട്ടുണ്ടാവില്ല. അത് ആ മീൻ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കണ്ടില്ലേ, മീൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് മീൻ കൊണ്ടുവരാൻ തന്നെ ഇത്രയും പ്രയാസമാണ്, നിറച്ച് മീനായതുകൊണ്ട്. അപ്പോൾ ഒത്തിരി പാടുപെട്ട് തന്നെയാണ് വെള്ളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഒരു വലയിൽ 10-12 മീനുണ്ട്, എല്ലാം വലിയ മീനാണ്. ആ മീൻ തന്നെ എല്ലാം കൂടെ ഒരു 10-25-30 കിലോയ്ക്ക് ഇരിക്കും. അപ്പോൾ അങ്ങനെ വലിയ പാടുപെട്ടാണ് കൊണ്ടുവരുന്നത് തന്നെ. അല്ലാതെ ഒരു വലയിൽ 2 മീനുണ്ട്, അങ്ങനെ രണ്ടും കൂടെ അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് കരയിൽ വന്നിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചാകര, വലിയൊരു കോൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ ചെറിയ മീനാണ് ഇങ്ങനെ കിട്ടുന്നത്, ഇതിപ്പോൾ എല്ലാം വലിയ മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കോള് തന്നെയാണ്, വമ്പൻ ചാകര. അപ്പോൾ നമുക്ക് കരയിൽ വരുമ്പോൾ കാണാം മീനെല്ലാം. അല്ല ഇതിൻ്റെ മുകളിലോട്ട് അല്ല, താഴോട്ടൊരു ഇത് കൂടെ ഇല്ലേ, ഇവിടെ അടുത്ത് കൂടെ അല്ലേ, അങ്ങോട്ട് നിങ്ങൾ പയ്യ അല്ല മെനഞ്ഞാന്ന് അങ്ങോട്ട് ഇട്ടില്ലേ. അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് മൊത്തം ഇവിടെ തന്നെ വരാൻ പറ്റും. ഇവിടെ 6 മീൻ കിട്ടിയിട്ടുണ്ട്. അത് പോയിട്ടാണ് ഇപ്പോൾ ഈ 2 വലയിൽ കൊണ്ടുവരുന്ന മീനുകൾ. വലിച്ച് കയറ്റാൻ തന്നെ പാടാണ്, വലിയ മീനുകളാണ്, നല്ല വെയിറ്റ് ഉണ്ട്. മൊത്തം മീൻ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് തൂക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. ഞാൻ കൊണ്ടോ എനിക്ക് അതും കൂടെ എനിക്ക് ഒരു വീഡിയോ എടുക്കാം. ഇതിൽ 2 മീനുണ്ട്, അതും വലിയ മീൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചാകര, വലിയൊരു ചാകര കിട്ടിയിട്ടുണ്ട്. കണ്ട നിറച്ച് മീൻ, വല നിറച്ച് വലിയ മീൻ. എന്തിനാ അപ്പോൾ മീനൊക്കെ വലയിൽ നിന്ന് ഇളക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, എല്ലാം വലിയ സൈസ് മീനാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരത്തെ പണിയുണ്ട്, മീനുകളെല്ലാം വലയിൽ നിന്ന് റെഡിയാക്കി എടുക്കുക. എല്ലാ വലയും അടിച്ച് ചുരുട്ടി എല്ലാം സെറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും മീൻ എഴുതുന്നതുകൊണ്ട് ആ വല തന്നെ കംപ്ലീറ്റ് കുരുങ്ങി കിടക്കുകയാണ്. വലിയ കയ്യിലെടുത്ത് എല്ലാം ചുവപ്പന്മാരല്ല. അപ്പോൾ വിള നിറച്ച് മീനാണ്, കണ്ടം നിറച്ച് മീൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വർഷത്തെ ഫസ്റ്റ് ചാകരയാണ് 2026. അതൊക്കെ വല എടുക്കണ്ട. ഇന്നത്തെ മീനാണ് ഇതെല്ലാം. നമുക്ക് നല്ല ചാകരയാണ്, എല്ലാം വളർത്തു മീൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്, ആറ്റുമീൻ. നല്ലൊരു ചാകര തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 6-7 പേരുണ്ടെന്ന്, ഏകദേശം 20 മീനുണ്ട്. 22 ഉണ്ടല്ലേ, കാണും മീൻ കാണും. കണ്ടില്ലേ ഓരോ മീനിൻ്റെ സൈസ്, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം, വലിയ കൊമ്പന്മാർ. ഈ പുഴയിൽ
നല്ല കളിച്ചുകൊണ്ട് നടന്ന കൊമ്പന്മാരെ എല്ലാം നമ്മൾ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. എല്ലാം കൂടെ 23 മീനുണ്ട്. അപ്പോൾ നല്ലൊരു ചാകര തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. 2 ചാക്ക് നിറച്ചുണ്ട് മീൻ. അപ്പോൾ നമ്മളിന്ന് മീൻ കൊണ്ടുവരുന്ന കിറ്റൊന്നും കൊണ്ടുപോകുന്നില്ല, മാല്. അപ്പോൾ അതുകൊണ്ട് 2 ചാക്കിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ചാക്കിൽ കൊണ്ടില്ല, പിന്നെ ഒരു ചാക്കിൽ കൂടെ ആക്കിയാണ് നമ്മൾ 2 ചാക്കിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പാടാണ്. നമുക്കിപ്പോൾ മീൻ കൊണ്ടുപോകാൻ ചാക്കില്ല, ഒരു ചാക്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ചാക്കിന് വേണ്ടി തപ്പുകയാണ് നമ്മൾ. അതാ വല റെഡിയിലറ്റ ചിലപ്പം കാണും. ഞാൻ അപ്പോൾ അടുത്ത ചാക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിറച്ച് നമുക്ക് പറക്കാം. മീനിൻ്റെ കളിയാണ്. എങ്കിലും തെറ്റിയാട്ടാ എണ്ണ തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ 15 മീൻ ഇവിടെ ഉണ്ട്. അതിൽ ഈ ചാക്ക് ഏകദേശം വെച്ച് ഇല്ലെന്നേ. എൻ്റെ കണക്കിൽ 19, അവർ പറഞ്ഞ 23 മീനിനകത്ത് ഈ ഒരു ചാക്കിൽ 15 മീനുണ്ട്. അപ്പോൾ ബാക്കി 8 മീൻ അതിൽ വെച്ച് വേണം. 10 വെച്ച അത്ര തന്നെ കാണും. അതിൽ വലിയ മീനല്ലേ എടുത്തായിരിക്കും. വലിയ മീനുണ്ട് ബാക്കി. അപ്പോൾ നമുക്ക് 2 ചാക്ക് മീനാണ്. ഒരെണ്ണം അങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ ചാകര കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മടിയിലെടുത്ത് വെച്ച് തന്നാൽ മതി. ഇതെല്ലാം ഞാൻ വച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് ഇത്രയും. നമുക്ക് 2 പേർക്ക് കിട്ടിയതാണ്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തെ മീൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ മൊത്തം കിട്ടിയ മീൻ ഇത്രയുമാണ്. ഇന്നൊരു നല്ല ചാകര തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.